മാക്സിമം നമ്മുടെ നാട്ടിലെ തൊഴിലായ ചെറുപ്പക്കാർക്ക് ജോലി എടുക്കാൻ ഡ്രീമുണ്ട്. പക്ഷെ എൻ്റെ ഈ ഏജിൽ എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനൊരു 5-6 കൊല്ലം കൊണ്ട് അത് കുറെ കംപ്ലീറ്റ് ചെയ്യും. ഒരു പുഞ്ചിരി പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ആ പ്രവൃത്തി എന്താ അതിനാണ് ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം എന്നൊക്കെ എൻ്റെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സേവനം എന്ന് അന്ന് പോലെ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം പരിമിതമാണല്ലോ. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഓരോ അനാഥാലയങ്ങളിൽ അപ്പാപ്പന്മാരുടെ ശുശ്രൂഷയും പോകാറുണ്ട്. ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് തന്നെ കുറെ കാര്യം ചെയ്യാറില്ല. നമ്മളെക്കാട്ടും മൂത്തവരാണ്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കും, വെറുതെ ഇരിക്കും. ഇപ്പോൾ അവിടെ TV ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ TV കാണും, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ തന്നെ അവരെ കോമഡി വീഡിയോസൊക്കെ കാണിക്കും. അവരുടെ മനസ്സിലെ ചിരി, അതാണ് ഏറ്റവും വലിയ കാര്യം. ആക്ച്വലി എൻ്റെ 10th മുതൽ ഞാനൊരു പത്രം ഇടാൻ പോകാറുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കയ്യിൽ തന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയൊരു ഏജിൽ തന്നെ നമുക്കൊരു വലിയൊരു സേവിങ്സ് ആവും. നമുക്ക് പൈസ കൈകാര്യം ചെയ്യാനും പഠിക്കും. പിള്ളേരിപ്പോൾ ഫോണും കുത്തി വെറുതെ അവരുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അവരുടെ കഴിവിനെ അവർ ശരിക്കും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മുടെ ഒരു പൈസ, നമ്മൾ വലിയ പൈസക്കാരാവുന്നല്ല പറയുന്നത്, നമുക്ക് മണി മാനേജ്മെന്റ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെറിയ കാര്യത്തിൽ കൂടെ ആണെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ സംതൃപ്തനായിരിക്കും. നമ്മൾ സ്വന്തം നമ്മുടെ ഡ്രീം ആയിരിക്കും നമ്മളവിടെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം നമ്മുടെ നാട്ടിലെ തൊഴിലായ ചെറുപ്പക്കാർക്ക് ജോലി എടുക്കാൻ ഡ്രീമുണ്ട്. പക്ഷെ എൻ്റെ ഈ ഏജിൽ എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനൊരു 5-6 കൊല്ലം കൊണ്ട് അത് കുറെ കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ ചാച്ചൻ മുതലേ പ്രാർത്ഥന നിർബന്ധ. ചാച്ചനും അമ്മച്ചിയും എല്ലാ ദിവസവും 7 മണിക്ക് 90% ദിവസവും പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. അത് മുടക്കുകയില്ല. 100% മുടക്കുകയില്ല. അതെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ചെറിയ പണിക്കാണെങ്കിൽ പോയാൽ ഞാൻ ചിലപ്പോൾ താമസിച്ച് വന്നപ്പോൾ ഇവരത് കൃത്യമായിട്ട് അത് മക്കളെ എല്ലാവരും വിളിച്ചെടുത്തി ചാച്ചനും അമ്മച്ചിയും കൂടെ അത് നന്നായി ചെയ്യുന്നു. അതിൻ്റെ ഒരു വലിയൊരു പിൻബലമുണ്ട് കേട്ടോ. തമ്പുരാന്റെ വലിയൊരു അനുഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ദിവ്യബലി. ഞാൻ ശരിക്കും ഇങ്ങോട്ട് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങോട്ട് താമസം വരാൻ തന്നെ കാരണം എനിക്ക് ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് പരമാവധി ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ഈ ഒരു പള്ളിയുടെ അടുത്ത് കുറച്ച് 5 മിനിറ്റേ ഉള്ളൂ വരാൻ തന്നെ കാരണം വെച്ചാൽ പള്ളി ദേവാലയമായിട്ടായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ. 7 കൊല്ലം ജീസസിലേക്ക് വന്ന ആ കാലം മുതലേ എനിക്ക് വലിയ ആഗ്രഹം, പള്ളി ദേവാലയമായിട്ടായിരിക്കും നമ്മുടെ ജീവിതം തുടക്കം മുതൽ, അല്ലെ, നമ്മൾ മരണം വരെ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ ദേവാലയത്തിന്റെ അടുത്ത് താമസിക്കുക. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഭാവിയിൽ കർത്താവ് എനിക്ക് അത് ഒരുക്കി തന്നു ശരിക്കും പള്ളിയുടെ അടുത്ത് തന്നെ. എനിക്ക് താല്പര്യമുള്ളത് ഇതാന്ന് എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ സമയത്താണ് ഞാൻ എബിൻ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നല്ലൊരു ആശയം എനിക്ക് തോന്നി. ഇങ്ങനെ വീഡിയോ വഴി ഇത് ചിത്രീകരിക്കാനെങ്കിൽ കുറേ ഓർഡേഴ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. ആ ഒരു ആശയത്തിനാണ് ഞാൻ എന്നെ ചേട്ടനോട് വിളിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു, മോനെ നിനക്ക് വീഡിയോ എടുത്തു തരാം, എനിക്ക് ഒരു ലീവുള്ള ദിവസം നീ പോരേന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അന്ന് നേരെ ചെന്നു. അന്ന് രാവിലെ ഫുള്ള് ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ഉച്ചയായപ്പോഴത്തേനും അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ തിരിച്ചു വന്നു. ആദ്യത്തെ ഒരു 3 ദിവസം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്ന് വരെ ഒരു കോൾ പോലും വരാത്ത എൻ്റെ ഫോണിലേക്ക് ഒരു 2000-ഓളം കോളുകൾ വന്നു. എൻ്റെ ഫോണാണെങ്കിൽ ഹാങ് ആയിപ്പോയി. എന്നിട്ട് അടിച്ചു പോറായിരുന്നു. പിന്നെ ഫോൺ ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് വന്നു. പക്ഷെ എനിക്ക് എന്നെ പകുതി പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് കാസർഗോഡും കണ്ണൂരുമാണ്.
ജീസൻ ഇങ്ങനത്തെ സംഭവത്തിലോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ജീസന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജീസന് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിരുന്നു കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ കോളുകളെല്ലാം അങ്ങോട്ട് തിരിച്ചു വിളിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്തു. കറക്റ്റായിട്ട് അവരുടെ നെയിം, പ്രോപ്പർ പ്ലേസ്, ഫോൺ നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ട് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ജീസനോട് വന്നിട്ട് ജീസന്റെ എവിടെയാണോ നാളെ വർക്കിന് പോകാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള പ്രോപ്പർ സ്ഥലത്ത് ഞങ്ങളൊരു 3-4 വർക്ക് കറക്റ്റായിട്ട് അസൈൻ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ സഹായത്തിനായിട്ട് എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതോടുകൂടെ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ BCA കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചേട്ടയാണ് എന്നെ ഇപ്പോൾ ക്ലോസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മെയിനായിട്ട് ഒരു ലിക്വിഡുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മെയിൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ, ഞങ്ങൾ തന്നെ ഫുള്ള് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്പെക്സ്, മാസ്ക്, ഗ്ലൗസ്, പിന്നെ കാലയിലൊരു എക്സ്ട്രാ ഒരു ഒറ. അങ്ങനെ ജീസന്റെ അമ്മ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ജീസനെ ഞാൻ എല്ലാ കാര്യത്തിലും സഹായിക്കാറും പ്രോത്സാഹനം നൽകാറുമുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും ചോദിക്കുമ്പോൾ. ഞാൻ ഏകദേശം 26 കൊല്ലത്തോളം, 26 കൊല്ലം എന്ന് പറയാനല്ലോ, ഏകദേശം എന്നെ 20 വയസ്സായപ്പോഴാണ് ഞാൻ +2 ഒക്കെ PDC കഴിഞ്ഞ പാടെ നമ്മൾ ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ മുതൽ എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ്, നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ മുതൽക്കൂട്ടുള്ളത് ചെയ്യണം. ഡെപ്പോസിറ്റ് എന്ന് പറയും, എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് ഡെപ്പോസിറ്റ് എന്ന് പറയും. അത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സ് വലിയ ആഗ്രഹമായിരുന്നു അന്ന് മുതൽ. ഇങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്, നമ്മൾ പ്രവർത്തനപരമായ കുറച്ച് കാര്യങ്ങളോട് ചെയ്യുന്ന എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ശുശ്രൂഷ രംഗത്തേക്ക് എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ പരിശുദ്ധാത്മാവ് തോന്നിച്ചു ചിന്ത, നമുക്ക് ശുശ്രൂഷയൊക്കെ ചെയ്താലോ. ശുശ്രൂഷ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു പുഞ്ചിരി പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ആ പ്രവൃത്തി എന്താ അതിനാണ് ശുശ്രൂഷ അല്ലെങ്കിൽ സേവനം എന്നൊക്കെ എൻ്റെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സേവനം എന്ന് അന്ന് പോലെ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം പരിമിതമാണല്ലോ. ഏറ്റവും കൂടി കഴിഞ്ഞാൽ 50 അല്ലെ 60, സ്വാശ്രയത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞാൽ 70 അല്ലെ 80, അതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്ന ജീവിത കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടുള്ളൂ. ഒരു FD ഡെപ്പോസിറ്റ് നമ്മൾ തമ്പുരാൻ്റെ അടുത്തേക്ക്, നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം ഇത്രയും കാലമല്ലേ ഉള്ളൂ, സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു നിശ്ചയം വേണമല്ലോ. ആ ഒരു ചിന്ത നമുക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാം തിരുവചനം പറയുന്ന അന്ത്യവിധിയെക്കുറിച്ച്, ഞാൻ എനിക്ക് ഗ്ലാസ് പച്ചവെള്ളം തന്നു, നിങ്ങൾക്ക് കുടിക്കാൻ തന്നു, അല്ലെ, നിങ്ങൾക്ക് വിശന്നു ഭക്ഷണം തന്നു എന്ന് പറയുന്ന മഹത്തായ വചനം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും കൈയോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വരികയില്ലേ എന്നൊരു മനസ്സിലെ ഒരു ചിന്തയിൽ നിന്നാണ് ശുശ്രൂഷ മേഖലയിലേക്ക് കടക്കാനായിട്ട് ഞാൻ ഇടവന്നു. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഓരോ അനാഥാലയങ്ങളിൽ അപ്പാപ്പന്മാരുടെ ശുശ്രൂഷയും പോകാറുണ്ട്. ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് തന്നെ കുറേ കാര്യം ചെയ്യാറില്ല. നമ്മളെക്കാട്ടും മൂത്തവരാണ്, അപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കും, വെറുതെ ഇരിക്കും. ഇപ്പോൾ അവിടെ TV ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ TV കാണും, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ തന്നെ അവരെ കോമഡി വീഡിയോസൊക്കെ കാണിക്കും. അവരുടെ മനസ്സിലെ ആ ചിരി, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ സാഹിത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 ആശ്രമങ്ങളിൽ പോകുന്നുണ്ട്. ആശ്രമം എന്ന് പറഞ്ഞാൽ അട്ടക്കണ്ടമുണ്ട്, വെള്ളരിക്കുണ്ടുണ്ട്, പിന്നെ വൈസ് ചിറ്റാരിക്കാലുണ്ട്, പിന്നെ ചട്ടിവേലുണ്ട്, പിന്നെ ആശാങ്കവല ഉണ്ട്, പിന്നെ ഇതിന് തൊട്ട് മുമ്പ് പോയിക്കൊണ്ടിരുന്നായിരുന്നു ചാണകക്കുണ്ടുണ്ട്. അങ്ങനെ ഒരു 8-10 ആശ്രമങ്ങളിൽ ശരിക്കും ശുശ്രൂഷയായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാലം മുതൽ ഇവരിതെല്ലാം കണ്ടും കേട്ടും ആണ് വളരെ. നമ്മുടെ വീട്ടിലെ ഞായറാഴ്ചകളിലെ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സമയം, ഞായറാഴ്ച ഫുൾ ഡേ, രാവിലെ കുർബാന കഴിഞ്ഞു അന്നേരം പോകുന്നു. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അല്ലെ +2 ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വേദപാഠം കഴിഞ്ഞപ്പോൾ മുതൽ ഇവർ 2 പേരും, പിള്ളേർ 3 പേരും എൻ്റെ കൂടെ വരും. എന്ന് വിളിച്ചാലും ഇവർ എൻ്റെ കൂടെ വരും. അവിടെ പോയി ഇത് കാര്യങ്ങൾ കാണുക തന്നെയല്ല, എന്നോട് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ എല്ലാ കാര്യം ചെയ്യുന്നല്ല, എന്നാലും അതിൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. പിന്നെ ഏറ്റവും പ്രധാനം ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ
പ്രവൃത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പാപ്പന്മാരുടെയും അമ്മച്ചിമാരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും, ഒത്തിരി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ അടുത്ത് പോയി തോളെ കൈയിട്ട് ചാച്ചൻ എന്നാ വിശേഷം, അമ്മച്ചിക്ക് എന്നാ വിശേഷം എന്നൊക്കെ അവരോട് ചോദിക്കും. അതൊരു ഭയങ്കര സംഭവമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അവിടെ കഴിയുന്നവരെ സംബന്ധിച്ച് അവർക്ക് ആരും അങ്ങനെ ചെന്ന് ചോദിക്കാൻ, അവർക്കൊക്കെ മാനസികമായിട്ട് ഒത്തിരി സങ്കടത്തിൽ കഴിയുന്നവരാ. എന്നാണ് അവർക്ക് പറയാൻ സാഹചര്യം കൊണ്ടായിരിക്കും അവിടെയൊക്കെ എത്തപ്പെട്ടത്. എന്നിരുന്നാൽ അവരും മനുഷ്യരല്ലേ. അപ്പൊ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ ആശ്വാസം. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കഴിഞ്ഞും വലിയ ഒരു പ്രവൃത്തിയാണ് എൻ്റെ മക്കള് ഇതിലൂടെ വരുമ്പം ചെയ്യുന്നത്. ജീസനെ എൻ്റെ അനിയനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. കാരണം ജീസന് പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതയുള്ള ഒരാളാണ്. അവനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യേണ്ട ഒരാവശ്യം മാത്രമേ നമുക്കുള്ളൂ. അവന് ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് അതിനെ മാനേജബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് ചെയ്തിരുന്ന ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂര് ഇരിട്ടിയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങി ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തും. അവിടുന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ പയ്യന്നൂരാണെങ്കിൽ അവിടെ ഒരു 4-5 വീടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മുടെ വർക്ക് നല്ല ഫാസ്റ്റ് ആയിരിക്കണം. ഞങ്ങളുടെ വർക്ക് എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ഒരു കോംപ്രമൈസും കാണിക്കാറില്ല. ഞങ്ങളൊരു 3 തവണയെങ്കിലും കഴുകി കഴിഞ്ഞിട്ട് പിന്നെയും കഴുകും. അത് കഴിഞ്ഞിട്ട് 2 തവണ ക്ലോത്ത് യൂസ് ചെയ്ത് തുടയ്ക്കും. ഈ ജീസനും അച്ചാച്ചനും ഒക്കെ അനാഥാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാറുണ്ട്. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ട് മക്കൾക്ക് കൊടുക്കാറുണ്ട്. അന്നേരം ഞാനായിരിക്കും ഉണ്ടാക്കുന്നത്. അന്നേരം അപ്പച്ചനും അമ്മച്ചിയും ഈ പിള്ളേർ 3 പേരും എന്നെ സഹായിക്കും. എനിക്ക് പിള്ളേരെയൊക്കെ വലിയ ഇഷ്ടമാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുനാൾ മുതൽ തന്നെ ചെറിയ ചെറിയ പണികളും 7ാം ക്ലാസ് മുതൽ റബ്ബർ ബോട്ടൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അവർ സ്വന്തമായി പൈസ ഉണ്ടാക്കുന്നതും സ്വന്തമായി സൂക്ഷിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പണ്ട് മുതലേ എനിക്ക് കുഞ്ഞുനാൾ മുതലേ വലിയ ഇഷ്ടമാണ് പിള്ളേർ അങ്ങനെ സ്വന്തം വളർന്നു വരണം എന്നുള്ള മനസ്സിൽ ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇവനുണ്ട് മൂത്ത ആര് ഇവന് സ്വയമായിട്ട് എന്തെങ്കിലും പരിപാടി പറഞ്ഞാൽ ഞാൻ അന്നേരം ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ മെല്ലെ നിരീക്ഷിക്കും, ഇത് ശരിയാണോ, അവൻ ചെയ്യുന്നത് കറക്റ്റാണോ, അവൻ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു മാറി നിന്ന് അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടും. അവർ ചിന്തിക്കട്ടെ, സ്വാതന്ത്ര്യത്തിലേക്ക് വിടും. അപ്പം ഞാൻ അവരിങ്ങനെ നിരീക്ഷിക്കും. അപ്പം അവന് ഇടയ്ക്കല്ല എൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും നേരം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഇലക്ട്രീഷ്യൻ്റെ പണിക്ക് എൻ്റെ കൂടെ വരും. മോട്ടോർ ഫിറ്റ് ചെയ്യാനും എടുക്കാനും പിടിക്കാനും എല്ലാം എൻ്റെ കൂടെ വരും. അപ്പം അതുകൊണ്ട് എനിക്കത് അവനാ പറഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവൻ പൊക്കോ, കാര്യങ്ങൾ ചെയ്തോ എന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും അവൻ അങ്ങനെ സ്വയമായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പറയാതെ ഞാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവനോടൊരു കാര്യം പറഞ്ഞ് ഞാൻ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ പലപ്പോഴും പിള്ളേരെ ഇവരുണ്ട് മൂത്തമുണ്ട് ഇവരൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവാൻ ഞാൻ സാധാരണ ചെയ്യുന്നത്. ഒരു പണി നമ്മൾ വീട്ടിലത്തെ പണിയാണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലും ഞാൻ ജോലിക്ക് പോകുന്ന ഇവിടെ ഇന്നൊക്കെ ചെയ്യണം കേട്ടോ, ഇന്ന സ്ഥലത്ത് പോകണം കേട്ടോ, ഞാൻ കൃത്യമായിട്ട് ഏൽപ്പിച്ചേച്ചങ്ങ് പോകും. വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാം. വരുമ്പോഴത്തേനും വൈകുന്നേരം ചോദിക്കും എങ്ങനെയുണ്ട്, റെഡി ആയോ, നന്നായിരുന്നോ, അവയെല്ലാം നോക്കും, ഓക്കെ കണ്ടീഷനായി. ഇങ്ങനെ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇവനിത് പറഞ്ഞപ്പം മറ്റേ വീഡിയോ ഒക്കെ വന്നതൊക്കെ അതൊക്കെ ഞാൻ പിന്നീട് ഇവനെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അങ്ങനെ വലിയൊരു ബന്ധമൊന്നുമില്ല. അങ്ങനെ ഫേസ്ബുക്ക് ഒന്നും അങ്ങനെയൊന്നും നമുക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും എനിക്കില്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആപ്പോൾ വല്ല യൂട്യൂബൊക്കെ ആണെന്നല്ലാതെ വേറെ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും എനിക്കില്ല. അപ്പൊ ഇവനിങ്ങനെ യാദൃശ്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സാധ്യതയുടെ ലോകത്തേക്കാണ് ഇവനിത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായതിന്റെ കാര്യം.